വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ ജിതിനാണ് സംസാരിക്കുന്നത്. മക്കൾക്ക് എല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ, 7ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിന് നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ മാത്രമല്ല മക്കളെ ഉള്ളത്, അതിന്റെ ഉത്തരങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിലേക്കും അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, പോകാം മക്കളെ. എല്ലാവരും ശ്രദ്ധിച്ചു. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ നോക്ക്, ഫൈൻഡ് ഔട്ട് ദ അജിറ്റേഷൻ സ്ട്രാറ്റജീസ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പൊ നിങ്ങൾ കാണേണ്ടത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, നിസ്സഹകരണ സമരമുറകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ നിങ്ങൾക്കറിയാം, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി ആരംഭിച്ചിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി ഗാന്ധിജി പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട സമരമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഒന്നാമത്തതാണ് മക്കളെ, ഏതാണ്? ബോയ്ക്കോട്ട് മൂവ്മെന്റ്സ് ആണ്. ബോയ്ക്കോട്ട് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ ഗാന്ധിജി എന്താണ്, ബഹിഷ്കരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഗാന്ധിജി രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ബഹിഷ്കരിക്കുന്നതിന്റെ കൂടെ തന്നെ ചില കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട 3 ഉദാഹരണങ്ങൾ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ആക്ടിവിറ്റി 1 എ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിച്ചോളൂ, പ്രധാനപ്പെട്ട ആൻസർ നമുക്ക് നോക്കാം. പ്രധാനമായും ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 3 പോയിന്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നോക്കൂ, ബോയ്ക്കോട്ട് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തെ നിങ്ങൾ കാണാം, ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ക്ലോത്ത്സ് ആണ്. പ്രധാനമായും നിങ്ങൾക്കറിയാം, വിദേശ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു, ബഹിഷ്കരിച്ചു. അപ്പൊ അതാണ് ഒന്ന്. ഇനി സെക്കൻഡ് വൺ, ബോയ്ക്കോട്ടിംഗ് കോഡ്സ് ആണ്. കോടതികൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വക്കീലന്മാരൊന്നും കോടതിയിൽ പോവാതെ കോടതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. നികുതി നിഷേധമാണ്. അന്ന് ഇന്ത്യ ചെയ്യുന്നില്ല, ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ എന്ത് ചെയ്യാണ്, വിസമ്മതിക്കുകയാണ്. നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ബോയ്ക്കോട്ട് മൂവ്മെന്റ്സിന്റെ ഭാഗമായി നടന്നതാണ്. ഇതൊക്കെ എന്താണ്, ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഇനി പറയാൻ പോകുന്നത് എന്താണ്, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ആണ്. അതായത് ഗാന്ധിജി ചില സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് നിർമ്മിക്കാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇത് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഐക്യം സ്ഥാപിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട്. അത് ഒന്നാമത്തതാണ്. സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി നടത്തുന്നുണ്ട്. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ സ്കൂൾസ് ആണ്. പ്രധാനമായിട്ട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി മുന്നോട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല മക്കളെ, പോപ്പുലറൈസേഷൻ ഓഫ് ഹിന്ദി വരുന്നുണ്ട്. ഹിന്ദിയുടെ പ്രചാരണം എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ആണ് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. മിനിമം ഒരു 3 പോയിന്റ് നിങ്ങൾ ഓരോന്നിലും പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, എക്സാമുകൾക്കൊക്കെ കാണാറുള്ള ഒരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കി, അതേ ഭാഗത്ത് തന്നെ അടുത്തൊരു ചോദ്യമാണ്, വിച്ച് ഇൻസിഡന്റ് ഗാന്ധിജി ടു കോൾ ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അതായത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ മക്കളെ നമുക്കറിയാം, ഗാന്ധിജി ഈ പറയുന്ന 1920 തുടങ്ങിയിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 1920 ഇത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയുന്നതാണ്, 1922 നടന്നിട്ടുള്ള ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. എന്താണ് മക്കളെ, ഓർത്തു വെക്കണം, ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. ചൗരി ചൗര ഇൻസിഡന്റ് അല്ലെങ്കിൽ ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് യുപിയിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഇന്ത്യക്കാര് ആ പോലീസ് സ്റ്റേഷനിൽ തീയിടുകയും അതുപോലെ കുറച്ച് പോലീസുകാർ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിൽ വെന്തു മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരമായ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിക്കാൻ പറഞ്ഞത്. അതിന് വേറെ ഒന്നുമല്ല, കാരണം ഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന കൺസെപ്റ്റിന് എതിരായിരുന്നു ആ ഇൻസിഡന്റ് എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെച്ചോളം, ഏതാണ് ചൗരി ചൗര ഇൻസിഡന്റ് ആണ്, 1922 ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ആ വർഷം കൂടി ഓർത്ത് വെച്ചോളേ. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വൺ, അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ പോകാൻ പോകുന്നത് ആക്ടിവിറ്റി 2ലേക്കാണ്. എല്ലാ സമയത്തും നിങ്ങൾക്കാണ് ഇതുപോലെ ഒരു ആക്ടിവിറ്റി ബേസ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനുള്ളത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ, രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്താ നോക്കാം, റൈറ്റ് എനി
ടു എക്സാമ്പിൾസ് ഓഫ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. അതായത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് സാമൂഹീകരണ സഹായികൾക്ക് ഉദാഹരണം എഴുതുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണ ഏജൻസികൾക്ക് ഉദാഹരണം എഴുതുക, അതാണ് എ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട സാമൂഹീകരണ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതാണ് ആര് മക്കളെ? ഈ പറയുന്ന കുടുംബമാണ്, ഒന്ന് അല്ലെങ്കിൽ ഫാമിലി, അത് വരുന്നുണ്ട്. സെക്കൻഡ് വൺ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്കറിയാം ഈ കൂട്ടുകാർ എന്ന് പറയുന്നതാണ് ഇത് രണ്ടാമത്തെ സഹായികൾ. മൂന്നാമത്തെ നിങ്ങൾ കാണാം സ്കൂൾസ് അല്ലെങ്കിൽ എന്താണ് വിദ്യാലയങ്ങളാണ്. പിന്നെ ലാസ്റ്റ് വൺ ആണ് മാസ് മീഡിയ അല്ലെങ്കിൽ എന്താണ് മാധ്യമങ്ങൾ. ഇപ്പൊ ഇതൊക്കെയാണ് എന്ത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണ സഹായികൾ എന്ന് പറഞ്ഞ 4 എണ്ണം. ഇത് നിർബന്ധമായി പഠിച്ചു വെക്കുക. അങ്ങനെയെങ്കിൽ ഇതിലെ ബി എന്ന് പറയുന്ന സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എ കവർ ചെയ്തു. ബി ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ഹൗ പിയർ ഗ്രൂപ്പ്സ് ഹെൽപ്സ് ഇൻ ദ സോഷ്യലൈസേഷൻ. കൂട്ടുകാർ സാമൂഹീകരണത്തിന് സഹായിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. മക്കളെ ശ്രദ്ധിച്ചിരിക്കണം, കഴിഞ്ഞതിന് ഇതുപോലെ ഫാമിലി ആയിരുന്നു ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഈ വർഷം എന്ത് ചെയ്യാണ് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പിയർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഈ കൂട്ടുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന ചോദിക്കും. കൂട്ടുകാർ എങ്ങനെയാണ് സാമൂഹീകരണ പ്രക്രിയയിൽ സഹായിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ചോദ്യം വരും ഹൗ പിയർ ഗ്രൂപ്പ്സ് ഹെൽപ്പ് ഇൻ സോഷ്യലൈസേഷൻ എന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്? മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. പിയർ ഗ്രൂപ്പ് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാം. ഒന്ന് എന്താണ്, ഈ പറഞ്ഞ കൂട്ടുകാർക്കിടയിൽ നമ്മൾ ഇതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമ്മളുള്ളിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു കോപ്പറേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ, ഈ പറയുന്ന സഹകരണ മനോഭാവം ഉണ്ടാകുന്നുണ്ട് അല്ലെ, പരസ്പരം സഹകരണം എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. രണ്ടാമത്തെ നിങ്ങൾ നോക്കിയാൽ മതി, എന്താണ് ഒരു ഗ്രൂപ്പ് കോൺഷ്യസ് വരുന്നുണ്ട്, അതായത് ഒരു സംഘബോധം വരുന്നുണ്ട് അല്ലെ, ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്ന ഒരു സംഘബോധം അവർക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് നിങ്ങൾ നോക്ക്, ഇറ്റ് എനാബിൾ ആസ് ടു ആക്സെപ്റ്റ് ബോത്ത് വിക്ടറി ആൻഡ് ഡിഫീറ്റ് ആൻഡ് ടു ഗോ ഹെഡ് വിത്ത് മോട്ടിവേഷൻ ഫ്രം ഇറ്റ്. അപ്പൊ നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു സ്പോർട്സിലോ ഒക്കെ നമ്മൾ ഉണ്ടെങ്കിൽ പലപ്പോഴും സ്പോർട്സിൽ നമ്മൾ ജയിക്കാറുണ്ട്, തോൽക്കാറുണ്ട്. ഇത്തരത്തിലേക്കുള്ള ജയപരാജയങ്ങൾ അംഗീകരിക്കാനും അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറാനും നമ്മളെ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ നിർബന്ധമായി പഠിച്ചു വെച്ചോളണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി മക്കളെ നിങ്ങൾ നോക്ക്, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് ആക്ടിവിറ്റിയാണ്, മൂന്നാമത്തെ ആക്ടിവിറ്റി പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള മാപ്പിന്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഇന്ത്യയുടെ മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇതിലെ ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് എന്താണ് എന്ന് നോക്കാം. നിങ്ങളോട് പറയാണ് ഒബ്സർവ് ദ മാപ്പ് അല്ലെ, ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ക്ലാസിഫൈ ദ പെനിൻസുലർ റിവേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ ജോയിൻ. അപ്പൊ നിങ്ങളോട് പറയാണ് ഭൂപടം നിരീക്ഷിച്ചിട്ട് ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ പെനിൻസുലാർ നദികൾ അവ എത്തിച്ചേരുന്ന സമുദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ഭാഗത്ത് ഒരു കോളം നിങ്ങൾക്ക് കാണാം, അവിടെ റിവേഴ്സ് ഫ്ലോയിങ് ടു ദ അറേബ്യൻ സീ ആണ്, അറബിക്കടലിലേക്ക് ചേരുന്ന പ്രധാനപ്പെട്ട പെനിൻസുലർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തത് റിവേഴ്സ് ഫ്ലോയിങ് ടു ദ ബേ ഓഫ് ബംഗാൾ ആണ്, ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്നതാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ് മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക. ഈ മാപ്പ് എല്ലാ ആൾക്കാരും വിശദമായിട്ട് മാപ്പ് നോക്കുക. എല്ലാ ആൾക്കാരും മാപ്പ് കാണുന്നുണ്ടല്ലോ, ഇതിൽ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഞാൻ വരച്ച് കാണിച്ചു തരാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നിങ്ങൾ കാണേണ്ടതാ ഇവിടെ നിങ്ങൾ നോക്ക്, ഈ പറയുന്ന ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്ന് ഇതിലെ ഇങ്ങനെ അറബിക്കടൽ, മക്കളെ ഇത് അറിയാം, ഇതാണല്ലോ അറബിക്കടൽ, ഇതാണ് അറബിക്കടൽ, ഇതാണ് ഇത് ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ, നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ നോക്ക്, ഇതിലെ അറബിക്കടലിലേക്ക് വന്നു ചേരുന്ന ഈ നദി ഉണ്ടല്ലോ, ഇതാണ് ഏത് മക്കളെ? ഇതാണ് നർമ്മദ. ഓക്കെ, പഠിച്ചിരിക്കണം നർമ്മദയ്ക്ക് താഴെ നിങ്ങൾ കാണാം ഇവിടെ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് അറബിക്കടലിലേക്ക് രണ്ടാമത് വരുന്ന നദിയാണ് ഇത് താപ്തി. അപ്പൊ നർമ്മദയും താപ്തിയുമാണ് ഈ പറയുന്ന അറബിക്കടലിലേക്ക് വന്നു ചേരുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത നിങ്ങൾ നോക്കണതാ, ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഇതിലെ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ചാടുന്ന ഈ പറഞ്ഞ ബംഗാൾ ഉൾക്കടലിലേക്ക് ചാടുന്ന നദിയുണ്ട്, അതാണ് ഇത് കാവേരി എന്ന് പറയുന്നത്. അതേപോലെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഇതിലെ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ചാടുന്ന നദിയുണ്ട്, അതാണ് ഇത് കൃഷ്ണ എന്ന് പറയുന്നത്. ഇതാണ് നദി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലെ ഇങ്ങനെ വന്ന് ഇതിലെ ഇങ്ങനെ വന്ന് ചാടുന്ന നദിയുണ്ട്, അതാണ് ഇത് മക്കളെ ഗോദാവരി. ഇതാണ് ഇത് ഗോദാവരി. അത് കൂടാതെ ഇവിടുന്ന് ഇങ്ങനെ ഉത്ഭവിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇങ്ങോട്ട് ചാടുന്ന നദിയുണ്ട്, അതാണ് ഇത് മക്കളെ മഹാനദി എന്ന് പറയുന്നത്, മഹാനദി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഓരോന്നിന്റെയും പേര് എഴുതി നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ, നർമ്മദയും താപ്തിയും മാത്രമാണ് അറബിക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട പെനിൻസുലർ റിവർ അല്ലെങ്കിൽ ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ളതെല്ലാം എങ്ങോട്ടാണ്? ബംഗാൾ
ബംഗാൾ ഉൾക്കടലിലേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ കാവേരി ഉണ്ട്, കൃഷ്ണയുണ്ട്, ഗോദാവരി ഉണ്ട്, അതുപോലെ ഇതുണ്ട് മഹാനദി ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളത് എഴുതി നോക്കാം, നമ്മളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എഴുതി നോക്കാം. അപ്പൊ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ് വരിക മക്കളെ? അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടുള്ള ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നർമ്മദ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? നർമ്മദ. ഒന്ന് നർമ്മദയാണ്. സെക്കൻഡ് വൺ ആരാണ് നമ്മൾ വരുന്നത്? താപ്തിയാണ്. നർമ്മദയും താപ്തിയുമാണ് അവിടെ വരിക. ഓക്കെ, റെഡി. ഇനി ഈ പറഞ്ഞ ബംഗാൾ ഉൾക്കടലിലേക്കാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കൃഷ്ണ വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? കൃഷ്ണയുണ്ട്, അതുപോലെ കാവേരി ഉണ്ട് അല്ലേ? കൃഷ്ണയുണ്ട്, കാവേരി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ടും ഗോദാവരി ഉണ്ട്, അതേപോലെ യെസ് ഗോദാവരി. ലാസ്റ്റ് വൺ ഒന്നുകൂടി ഉണ്ടല്ലോ, മഹാനദി കേട്ടോ, മഹാനദി കൂടി ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഓർത്ത് വെച്ചോളുക. അപ്പൊ ഇത്രയാണ്, സിമ്പിൾ ആണ്. അപ്പൊ മക്കളെ, പ്രധാനപ്പെട്ട 6 ഉപദ്വീപീയ നദിയുണ്ട്. ആ 6 ഉപദ്വീപീയ നദിയിൽ 2 എണ്ണം മാത്രമേ അറബിക്കടലിലേക്കുള്ളൂ എന്ന് ഓർത്തുള്ളൂ. ബാക്കി എല്ലാം എങ്ങോട്ടാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാന്നുള്ളത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ മാപ്പ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ബൈഹാർട്ട് അല്ല പഠിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഇത്തരത്തിലുള്ള മാപ്പുകളുണ്ട്, ആ മാപ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, റെഡി. ഇനി അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ നോക്ക്, അടുത്ത ചോദ്യം ഈ വരുന്ന ഭാഗത്ത് നിന്ന് വരുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, ബി ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോളൂ. ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ദി ഇന്ത്യൻ എക്കോണമി. വൈ? അവിടെ പറയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് ഉത്തര മഹാസമതലം. എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് അതിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചേക്കണം. ആദ്യം തന്നെ പഠിക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾക്ക് ഒരു മാപ്പാണ് ഞാൻ കാണിച്ചിരുന്നത്. ഈ മാപ്പിനകത്ത് ഈ പച്ച നിറത്തിൽ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു പ്രദേശമാണ് ഇത് നമ്മുടെ ഈ പറയുന്ന നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഈ പച്ച നിറത്തിൽ കാണുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് പ്ലെയിൻ റീജിയൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ പേര് ഇതാണ് എന്താണ് നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ എന്താണ് ഉത്തര മഹാസമതലം. അപ്പൊ മക്കളെ നിങ്ങൾ നോക്ക്, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം പ്രധാനമായിട്ട് എന്താണ്? നമ്മുടെ ഈ ഹിമാലയൻ നദികളുണ്ടല്ലോ, ഹിമാലയൻ നദി എന്ന് പറഞ്ഞാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പ്രധാനമായിട്ട് അറിയാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ 3 പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ വന്നു ചേർന്ന് അവയിലുള്ള പ്രധാനപ്പെട്ടുള്ള ഡെപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് ഇത് ഈ പറയുന്ന ഗ്രേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആയിട്ടുള്ള അലൂവിയൽ ഡെപ്പോസിഷൻ ആണ് ഇവിടെ ഉള്ളത്. ഈ നദികൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അലൂവിയൽ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വന്ന് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്കൽ മണ്ണ് എന്ന് പറയുന്ന മണ്ണാണ് അല്ലെങ്കിൽ ഈ അലൂവിയൽ സോയിലാണ് ഏറ്റവും നല്ല ഫെർട്ടൈൽ സോയിൽ, നല്ല വളക്കൂറുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ പറയുന്ന അലൂവിയൽ സോയിലാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടത് ഏറ്റവും നന്നായിട്ട് കൃഷി ഉണ്ടാകുന്നത് ഈ ഭാഗത്താണ്. ഇന്ത്യയിൽ നിങ്ങൾ കണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടാകുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ജോഗ്രഫിക്കൽ ഡിവിഷനെ നമ്മൾ വിളിക്കുന്നത് ദ ഗ്രാനറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പൊ നിർബന്ധമായി പഠിച്ചു വെച്ചോളണം. അപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ആ പോയിന്റുകളാണ് എഴുതേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ നോക്ക്. സോ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഫോംഡ് ദ ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്കൽ മണ്ണ് നിക്ഷേപത്തിലൂടെ ഇത് രൂപപ്പെട്ടു, ഈ പ്രദേശം രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ 3 പ്രധാനപ്പെട്ട നദികളാണ് അത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെ. ഈ പറയുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന പേരും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഡൈവേഴ്സ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ്, അതായത് വ്യത്യസ്ത വിളകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നാണ്, ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെച്ചോളാം. ഇതാണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ മക്കൾ നോക്കിക്കോളൂ, നമ്മൾ പോകാൻ പോകുന്നത് 4ാമത്തെ ആക്ടിവിറ്റിയാണ്. നിർബന്ധമായിട്ട് 4ാമത്തെ ആക്ടിവിറ്റി പഠിച്ചിരിക്കണം. ആ ആക്ടിവിറ്റി എന്താണ്? വാട്ട് ആർ ദ ഈവിൾ പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ കേരള സൊസൈറ്റി ഇൻ ദ പാസ്റ്റ്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം എന്തെല്ലാം ദുരാചാരങ്ങളാണ് കേരളീയ സമൂഹത്തിൽ മുമ്പ് ഉണ്ടായിരുന്നത്
വരുന്നത് നമുക്കറിയുന്നതാണ്. സോഷ്യൽ റിഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ആ ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം എന്തൊക്കെയായിരുന്നു അന്നത്തെ ഈവിൾ പ്രാക്ടീസസ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ദുരാചാരങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ നോക്ക് മക്കളെ, ഒന്ന് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്, ജാതി വിവേചനമാണ്. സെക്കൻഡ് വൺ സ്ലേവറി അല്ലെങ്കിൽ അടിമത്തമാണ് ഇത്. രണ്ട് തേർഡ് വൺ നിങ്ങൾ നോക്ക് ചൈൽഡ് മാരേജ് അല്ലെങ്കിൽ എന്താണ് ശൈശവ വിവാഹമാണ് ഇത്. മൂന്ന് നാലാമത്തെ നിങ്ങൾ നോക്ക് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയാണ്. ഇത് ഞാൻ 4 എഴുതിയേ ഉള്ളൂ. ഇതല്ലാതെയും ഒരുപാട് ദുരാചാരങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഈവിൾസ് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി നമുക്ക് നോക്കാം അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കുക. ഇങ്ങനെ എക്സാമുകൾക്ക് ചേരുംപടി ചേർക്കാനുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഭാഗത്തുനിന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി മാച്ച് ദ ഫോളോയിങ്ങിലെ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഒരു ഭാഗത്ത് കൊടുത്തത്. സെക്കൻഡ് വൺ അവരുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങളാണ്, അവർ നിർമ്മിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കൊടുത്തത്. ഒരു ഭാഗത്ത് സോഷ്യൽ റിഫോമേഴ്സ് പറയുകയാണെങ്കിൽ അയ്യങ്കാളിയുണ്ട്, വൈകുണ്ഠ സ്വാമികളുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്, അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ സമത്വ സമാജ് ഉണ്ട്, സാധുജന പരിപാലന സംഘമുണ്ട്, അതുപോലെ കേരള മുസ്ലിം ഐക്യ സംഘമുണ്ട്, അതുപോലെ SNDP ഉണ്ട്. മക്കളെ, ഇത്തരത്തിലേക്ക് ഒരു ചേരുംപടി ചേർക്കുന്നത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു ലോജിക്ക് വെച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിലൊരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി, ഇതിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒരു സംഭവമുണ്ട്. എളുപ്പത്തിൽ 2 നമുക്ക് കണ്ടെത്താം. അതിലൊന്നും നിങ്ങൾ നോക്കിക്കോളൂ. ഫസ്റ്റ് തന്നെ കാണാം, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ഇത് നമ്മൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ തരില്ല, പകരം എന്ത് ചെയ്യും SNDP എന്ന് ഷോർട്ട് ആക്കി നമുക്ക് തരും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, SNDP എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾ നോക്കിയോ, ശ്രീനാരായണ ഗുരു എഴുതുന്ന നേരം S, അത് കഴിഞ്ഞാൽ നാരായണ ഗുരുവിൽ N അല്ലെ, SN ആണ്. ആ SN ആദ്യം ഇവിടെ തന്നെ ഉണ്ട്, SNDP ആണ്. നമുക്ക് ആ പേര് തന്നെ എന്തായാലും കിട്ടും, ഉറപ്പാണ്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയാൽ മതി, ഈ പേരുകളിൽ ഒരു മുസ്ലിം പേരുള്ള, ഒരു മുസ്ലിം ടച്ച് ഉള്ള പേരുള്ളതാണ് ആര്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ നമുക്ക് സുഖമായിട്ട് തന്നെ കിട്ടും, അദ്ദേഹത്തിന്റെ ആണ് ഇത് കേരള മുസ്ലിം ഐക്യ സംഘം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെയാണ്, അപ്പൊ ഇത് ഇങ്ങനെയാണ് അല്ലെ, അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 2 നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, അയ്യങ്കാളിൻ്റെതാണ് സാധുജന പരിപാലന സംഘം, അതുപോലെ വൈകുണ്ഠസ്വാമിൻ്റെതാണ് ഇത് സമത്വ സമാജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരു കാര്യം മക്കളെ ശ്രദ്ധിക്കുക, എക്സാമിന് ഒരിക്കലും ഞാൻ ഈ വരച്ചതുപോലെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇതേപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ രീതിയിലേക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോന്നിനും നേർക്ക് നേരെ വരുന്നത് കൃത്യമായി എന്ത് ചെയ്യണം, എടുത്ത് എഴുതണം. അപ്പൊ അയ്യങ്കാളി ആണെങ്കിൽ അയ്യങ്കാളിക്ക് നേരെ വരുന്ന സാധുജന പരിപാലന സംഘം എന്ന് തന്നെ എഴുതണം. അതുപോലെ വൈകുണ്ഠ സ്വാമികളാണെങ്കിൽ സമത്വ സമാജ് എന്നെ നേരിട്ട് എഴുതണം. ശ്രീനാരായണ ഗുരു ആണെങ്കിൽ SNDP എന്ന് എഴുതാം. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് കൃത്യമായിട്ട് എഴുതാം. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് എന്തായാലും ചോദിക്കും, അവരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇനി ഇവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, ഏതെങ്കിലും ഒരാളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. നിർബന്ധമായിട്ടും ഈ 4 ആൾക്കാരെ കുറിച്ച് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി മക്കൾ നോക്കേണ്ടത് അതിലെ C ആണ്, പ്രധാനമായിട്ട് C ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്ക്, റൈറ്റ് സം പോസിറ്റീവ് ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് റിഫോം മൂവ്മെന്റ്സ് ഇൻ കേരള. അപ്പൊ നിങ്ങൾ കണ്ടത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം എന്നാണ്. കേരളത്തിൽ എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് മിനിമം ഒരു 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. കാരണം നമ്മൾ മിനിമം ഒരു 6 പോയിന്റോളം ഇതിൽ പറയുന്നുണ്ട്. മക്കൾ ഒരു 3 പോയിന്റെങ്കിലും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, റൈറ്റ് ടു മൂവ് ഫ്രീലി അലോങ് പബ്ലിക് റോഡ് വാസ് ഗ്രാൻഡഡ്. പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ്, ഈ പറയുന്ന പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കിട്ടിയുള്ള എന്താണ്, ഈ പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടിയിട്ടുള്ളത് അല്ലേ. അത് ഇതിലൂടെയാണ് കിട്ടിയത്. സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് ദ ഡിസ്ക്രിമിനേഷൻ ഇൻ ഒക്യുപ്പേഷൻ, നെയിമിംഗ്, ഡ്വെല്ലിംഗ് ആൻഡ് ഡ്രസ് കോഡ് വേർ ഫോമഡ്. അപ്പൊ നിങ്ങൾ കണ്ടത് തൊഴിൽ, പേര്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ വിവേചനങ്ങൾക്കെതിരായ മുന്നേറ്റങ്ങൾ എന്ത് ചെയ്തു, ഉയർന്നു വന്നു എന്നുള്ളതാണ് സെക്കൻഡ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, കാസ്റ്റ് ഹയറാർക്കി വാസ് ക്വസ്റ്റ്യൻഡ്. അപ്പൊ നിങ്ങൾക്കറിയാം ജാതി വിവേചനങ്ങൾ അല്ലെങ്കിൽ ജാതീയമായ ഉച്ചനീചങ്ങൾ എന്ത് ചെയ്തു, ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തത്. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ഇറ്റ് വാസ് റിയലൈസ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് ദ ബേസ് ഓഫ് ഓൾ പ്രോഗ്രസ് അല്ലേ. അപ്പൊ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് എന്ത് ചെയ്തു, രൂപപ്പെട്ടു എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ആളുകൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇനി അതുകൂടാതെ നിങ്ങൾ നോക്ക്, മോഡേൺ എഡ്യൂക്കേഷൻ വാസ് പ്രോംപ്റ്റഡ്. അന്ന് നിങ്ങൾക്കറിയാം
നമുക്കറിയാം ആധുനിക വിദ്യാഭ്യാസം എന്ത് ചെയ്യാണ്, അതിന് പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്. നെക്സ്റ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി വാസ് റെക്കഗ്നൈസ്ഡ്. അതായത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം സ്ത്രീ വിദ്യാഭ്യാസത്തിലും അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും പ്രാധാന്യം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഉണ്ട്, 6 പോയിന്റ് ഉണ്ട് മക്കളെ. ഞാൻ നിങ്ങളോട് പറയാണ്, മിനിമം ഒരു 3 പോയിന്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഭാഗത്തുനിന്ന് പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കൂട്ടോ. മിനിമം 3 പോയിന്റ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള 3 പോയിന്റ് ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ നോക്ക്, പ്രധാനപ്പെട്ട 5ാമത്തെ ആക്ടിവിറ്റിയാണ്, പ്രധാനപ്പെട്ട 5th ആക്ടിവിറ്റിയാണ്. അതിലെ ഫസ്റ്റ് നിങ്ങൾ നോക്കാം. ഇൻ വിച്ച് ഇയർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ആണ്. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് വർഷമാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചത്. പ്രത്യേകം പറയുന്നുണ്ട്, ഒഫീഷ്യൽ ആയിട്ടാണ്, ഔദ്യോഗികമായിട്ടാണ്. അപ്പൊ നമുക്കറിയുന്നതാണ് വർഷം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്കറിയാം 1950 ജാനുവരി 26 ആണ് അല്ലേ. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതവിടെ പഠിച്ചു വെക്കണം, ആ വർഷം പഠിച്ചു വെക്കണം. ഇനി അങ്ങനെയെങ്കിൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ. കംപ്ലീറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച ഡയഗ്രമാണ്. ആ ഡയഗ്രം പൂർത്തിയാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം പ്രിയാമ്പിളിലെ പ്രധാനപ്പെട്ട ഗോൾസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 5 ലക്ഷ്യങ്ങളുണ്ട്, അതിൽ 1 മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള 4 നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഒന്ന് അവിടെ കൊടുത്തത് സോവർണിറ്റിയാണ്, പരമാധികാരമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നിങ്ങൾക്ക് കാണാം, പ്രധാനമായിട്ടും അടുത്ത് വരുന്നത് എന്താണ്, സോഷ്യലിസം ആണ്. അടുത്തത് എന്താണ്, സോഷ്യലിസം അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ്, സ്ഥിതി സമത്വം. അതാണ് ഇത് 2ാമത്തത്, സോഷ്യലിസം അല്ലെങ്കിൽ സ്ഥിതി സമത്വം. ഇനി നെക്സ്റ്റ് നോക്ക്, നമുക്ക് നോക്കാം 3ാമത്തത് അല്ലേ, പ്രധാനപ്പെട്ട 3ാമത്തത് നമുക്ക് നോക്കാം മക്കളെ. 3ാമത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സെക്കുലറിസം ആണ്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മതേതരത്വമാണ്. സെക്കുലറിസം അല്ലെങ്കിൽ മതേതരത്വമാണ് ഇത് വരുന്നത്, നമുക്ക് വരുന്നത്. ഇനി നമുക്ക് നോക്കണം 4ാമത്തതാണ്, ഈ പറയുന്ന ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആണ് അല്ലേ, ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ എന്താണ്, ജനാധിപത്യമാണ് അല്ലേ, ജനാധിപത്യമാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ നോക്ക്, ഈ പറയുന്ന റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക്. ഓക്കെ, റിപ്പബ്ലിക്. അപ്പൊ മക്കളെ ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ പറയുന്ന പ്രിയാമ്പിൾസിന്റെ ഈ പറയുന്ന ഗോൾസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പറയുന്ന ആമുഖത്തിന്റെ പ്രധാനപ്പെട്ടുള്ള എന്താണ്, ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഇത് നിർബന്ധമായി പഠിച്ചു വെച്ചോളണം, എക്സാമിന് നിർബന്ധമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കേണ്ടത് 5 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 5 ആക്ടിവിറ്റീസ് നിർബന്ധമായി പഠിച്ചു വെക്കണം, എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഉഷാറായി പഠിക്കുക, അടിപൊളിയായി പഠിക്കുക, എക്സാമിന് ഫുൾ മാർക്ക് നേടുക. ബൈ.